എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് ഒരു സിമ്പിളായിട്ടുള്ളൊരു സേമിയ പായസം കാണാം. ഇത് നമ്മൾ വറുക്കാണ്ടാണ് കേട്ടോ ഈ ഒരു സേമിയ പായസം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സേമിയ പായസത്തിന് നല്ല കട്ടിയോടുകൂടി ഇതിൽ വേറൊന്നും ചേർക്കാണ് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ ഇതെങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. കുക്കറിലാണ് ഞാൻ ഈ സേമിയ പായസം റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ആദ്യം ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട്. സേമിയ പായസത്തിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുന്നത്. ഒരു ഡാർക്ക് കളറാകുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കുക. ഈ ഒരു കളറാകുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് പാല് ഞാൻ തിളപ്പിച്ചാറിയ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാല് കാച്ചാണ്ട് ഒരിക്കലും നമ്മൾ ഒഴിച്ച് കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ പാല് പെട്ടെന്ന് പിരിഞ്ഞു പോവും. നമ്മൾ കാരമലൈസ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഒരുപാട് ഡാർക്ക് കളർ ആവരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പായസത്തിനൊരു കയ്പ്പ് രസം ഉണ്ടാവും. 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ സേമിയ വറുക്കാണ്ടെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാര ഉരുക്കിയിട്ട് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടയാവും കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. അത് തിളച്ച് വരുമ്പോൾ അത് മെൽറ്റായിക്കോളും. ഇനി നമുക്ക് കുക്കറിനെ മൂടി വെച്ചിട്ട് ഒറ്റ വിസിലിന് വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ അടിച്ചതിന് ശേഷം രണ്ടാമത്തെ വിസിൽ വരുന്നതിന് നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഞാനിതാ കുക്കറിനെ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് വെന്തിതാ നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അടിയൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. സേമിയ വറുക്കാണ്ട് ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ പായസത്തിന് നല്ല കൊഴുപ്പും കട്ടിയൊക്കെ ഉണ്ടാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് സേമിയ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ബാക്കി പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 2 ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ 2.5 ഗ്ലാസ് പാലാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ സേമിയത്തിൻ്റെ അളവിനനുസരിച്ച് പാലിൻ്റെ അളവ് കൂട്ടവും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ കാച്ചിയെടുത്ത പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് കാച്ചിയ പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര കാരമലൈസ് എടുത്തിട്ട് അതിലേക്ക് കാച്ചാതെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്യിൽ വറുത്തിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല മണവുമുള്ള ഈ ഒരു കാരമലൈസ് സേമിയ പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുക്കറിൽ ഒറ്റ വിസിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു കിടിലൻ പായസം തന്നെയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാനും മറക്കരുത്. സ്റ്റീൽ കുക്കറിലാണ് നമ്മൾ ഈ ഒരു സേമിയ പായസം റെഡിയാക്കി എടുത്തത്. നമ്മൾ കറക്റ്റ് വിസിലിന് വേവിച്ചെടുക്കുകയാണെങ്കിൽ അടിയിലൊന്നും കരിഞ്ഞ് പിടിക്കാണ്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. സാധാ കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒറ്റ വിസിലിന് വേവിച്ചെടുത്തിട്ട് രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുന്നേ നമ്മൾ തീ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. വീഡിയോ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.